ഹലോ ഫാമിലി, എല്ലാവരും സുഖമായിരിക്കുന്നു കരുതുന്നു. നമ്മളും സുഖമായിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2025 കൊച്ചിയിൽ നടന്ന കൊച്ചിൻ കാർണിവലിൻ്റെ കുറച്ചു ഭാഗങ്ങളാണ് കേട്ടോ. പുതുവത്സരത്തിനോടനുബന്ധിച്ച് കൊച്ചിയിൽ വലിയ വലിയ ആഘോഷങ്ങളാണ് നടന്നത്. അതിൽ തന്നെ കൊച്ചി കാർണിവലിൽ നടന്ന ചെറിയൊരു ഭാഗമാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. ഫോർട്ട് കൊച്ചി വലിയ ഗ്രൗണ്ടിൽ നിന്നാണ് റാലി ആരംഭിച്ചത്. ഇവിടെ നിന്ന് ആരംഭിച്ചിട്ട് റാലി പരേഡ് ഗ്രൗണ്ടിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. സാധാരണ ജനുവരി 1-നാണ് കാർണിവൽ റാലി നടക്കാറുള്ളത്. ഔദ്യോഗിക ദുഃഖാചരണത്തിന്റെ ഭാഗമായിട്ട് ജനുവരി 2-നാണ് ഇത്തവണ റാലി സംഘടിപ്പിച്ചത്. റോബോട്ടുകളും കലാരൂപങ്ങളും പ്രച്ഛന്നവേഷങ്ങളും ടാബ്ലോകളും അടങ്ങിയ വിപുലമായ വർണ്ണാഭമായ റാലിയായിരുന്നു ഇത്തവണത്തേത്. ഞാനിവിടെ എത്തിയപ്പോഴത്തേക്കും റാലിയെല്ലാം സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. വളരെയധികം തിരക്കായിരുന്നു ഉണ്ടായത്. വിദേശികളും സ്വദേശികളും അടങ്ങിയ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ രീതിയിലുള്ള റാലിയായിരുന്നു. ആക്ച്വലി കാർണിവൽ കാണുന്നതിന് വേണ്ടിയല്ല കേട്ടോ ഞാനിവിടെ വന്നത്. അമ്മുക്കുട്ടി 2 ദിവസമായിട്ട് ഫോർട്ട് കൊച്ചിയിലുള്ള എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായത്. അപ്പോൾ അമ്മുക്കുട്ടിയെ തിരിച്ചു വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ജനുവരി 2 അമ്മുക്കുട്ടിയുടെ ബർത്ത്ഡേ കൂടി ആയിരുന്നു. അതുകൊണ്ട് തന്നെ സിസ്റ്ററുടെ വീട്ടിൽ വെച്ച് അവർ ചെറിയൊരു കേക്ക് കട്ടിംഗ് ഒക്കെ നടത്തി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്മുക്കുട്ടിയും അവന്തിമോളും എൻ്റെ സിസ്റ്ററുടെ കൂടെ കാർണിവൽ കാണാൻ വേണ്ടി എത്തി. ആദ്യമായിട്ടായിരുന്നു അമ്മുക്കുട്ടി കാർണിവൽ കാണുന്നത്. മാത്രമല്ല പിറന്നാൾ ദിനത്തിൽ തന്നെ കാർണിവൽ കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടെ അമ്മുക്കുട്ടിക്ക് ഉണ്ടായിരുന്നു. റോഡിന് ഇരുവശവും ആളുകൾ തിങ്ങി നിറഞ്ഞായിരുന്നു നിന്നിരുന്നത്. ഓരോ കലാരൂപം വരുന്നതും കാണുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടിയിട്ട്. ഓരോ കലാരൂപവും വന്നു പോയതിനു ശേഷം കുറച്ച് സമയം കിട്ടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അമ്മുക്കുട്ടിയുടെ ചില ഫോട്ടോഷൂട്ടുകളും ചില വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റി. അപ്പോൾ ഞാൻ അവിടെ എത്തിയ സമയത്ത് കണ്ട കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം കേട്ടോ. ഇത് വയനാട് വന്യജീവി ആക്രമണത്തിനെതിരായിട്ടുള്ള ബോധവൽക്കരണ ടാബ്ലോ ആയിരുന്നു. അവിടെ നടന്ന അനൗൺസ്മെന്റ് ഇപ്രകാരമായിരുന്നു: 1 മാസത്തിനിടെ ജീവൻ നഷ്ടമായത് 14 കന്നുകാലികൾക്കാണ്. ആന, കാട്ടുപന്നി, മാൻ, കുരങ്ങ് എന്നീ കാട്ടുമൃഗങ്ങൾ കാട്ടിൽ നിന്നും നാട്ടിലിറങ്ങി കൃഷിയും ജനജീവിതവും നശിപ്പിക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷി നശിച്ച് ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർ തന്നെയാണ് ഈ വന്യജീവി ഭീതി കൊണ്ട് കൂടുതൽ പ്രതിസന്ധിയിൽ ആയിരിക്കുന്നത്. സംസ്ഥാനത്ത് വന്യമൃഗങ്ങളുടെ ആക്രമണം അധികം കണ്ടുവരുന്നത് വയനാട് ജില്ലയിലെ ചീനാടിലാണ്. ഇവിടെയെല്ലാം കടുവയുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുവാൻ പോലും ഭയക്കുന്ന രക്ഷിതാക്കളാണ് ഇവിടെയുള്ളത്. ഇങ്ങനെ ഉള്ളുലയ്ക്കുന്ന ഒരു അനൗൺസ്മെൻ്റ് ആയിരുന്നു ആ ഒരു ടാബിലേക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം മറ്റൊരു ടാബ്ലോ കുറച്ച് ആളുകൾ വ്യത്യസ്തമായ രീതിയിൽ വേഷവിധാനങ്ങളെല്ലാം ചെയ്ത് പാട്ടൊക്കെ വെച്ച് നൃത്തം ചെയ്യുന്നതായിരുന്നു. നമ്മുടെ ക്യാമറയൊക്കെ കണ്ടപ്പോൾ ക്യാമറയ്ക്ക് നന്നായിട്ട് പോസൊക്കെ ചെയ്തിരുന്നു കേട്ടോ. ഈ ഒരു ടാബ്ലോ കേരള ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു കേട്ടോ. മഹാത്മാ അയ്യങ്കാളി പഞ്ചമി എന്ന പെൺകുട്ടിയുമായി ഊരൂട്ടമ്പലം എന്ന വിദ്യാലയത്തിലേക്ക് പാഠമില്ലെങ്കിൽ പാടത്തേക്കില്ല എന്ന മുദ്രാവാക്യത്തോടെ ചെന്നു കയറിയതിനെ കുറിച്ചായിരുന്നു. കേരള ചരിത്രത്തിലെ ആദ്യത്തെ കാർഷിക വിപ്ലവത്തിൻ്റെ തുടക്കവും ഇവിടെ നിന്നായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വളരെ മനോഹരമായിരുന്ന ഈ ടാബ്ലോ കണ്ടപ്പോൾ നമുക്ക് എന്താ പറയുക, അന്നത്തെ ആ സമര ചരിത്രത്തെ പറ്റി ഓർമ്മയിൽ വന്നു. മഹാത്മാ അയ്യങ്കാളിയോടുള്ള ആദരവും ബഹുമാനവും ഒക്കെ കൂടിക്കലർന്നുള്ള ഒരു അനുഭവമായിരുന്നു ഉണ്ടായത്. പിന്നെ ഇത് പാട്ടൊക്കെ വെച്ച് കുറേ ആളുകൾ വെസ്റ്റേൺ രീതിയിലെ വേഷവിധാനമൊക്കെ ചെയ്ത് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ 2 പേരെ കണ്ടോ. അമ്മുക്കുട്ടി പറയുന്നത് ഇത് യേശുക്രിസ്തു ആണെന്നാണ്. എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഒന്ന് പറയണേ. വീണ്ടും പല രീതിയിൽ വേഷവിധാനങ്ങളൊക്കെ ചെയ്ത് ഡാൻസൊക്കെ കളിക്കുന്ന ടാബ്ലോസ് ആയിരുന്നു. അധികവും ഇത്തരത്തിലുള്ള ടാബ്ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മോസ്റ്റ്ലി പുരുഷന്മാരാണ് ഇത്തരത്തിൽ വേഷവിധാനങ്ങളൊക്കെ ചെയ്ത് ഡാൻസ് കളിച്ചിരുന്നത്. അടിപൊളി പാട്ടൊക്കെയായിരുന്നു വെച്ചിരുന്നത്. ഞാൻ ഓഡിയോ ഉൾപ്പെടുത്താത്തത് ചിലപ്പോൾ യൂട്യൂബ് ക്ലെയിം വരാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഇനിയുള്ള ഈ ടാബ്ലോയെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കേരളത്തിന് മാത്രമല്ല തമിഴ്നാടിനെയും ഇളക്കി മറിച്ച മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ടാബ്ലോ ആയിരുന്നു. ഈ ഒരു സമയം നമ്മൾ ആ സിനിമ കണ്ട അതേ ഫീലായിരുന്നു നമുക്ക് കിട്ടിയത് കേട്ടോ. പറയാൻ വാക്കുകളില്ല, അത്രയും മനോഹരമായിരുന്നു. നല്ല എഫേർട്ട് തന്നെ ഈ ഒരു ടാബ്ലോക്ക് അവർ എടുത്തിട്ടുണ്ട്. റിയലി അപ്രീഷിയേറ്റഡ്. പിന്നെ ഇത് ഭാരത സംസ്കാരവും സൗഹൃദത്തെയും പറ്റി ഉള്ളതായിരുന്നു. മറ്റൊന്ന് സർവ്വമത സൗഹാർദ്ദം ലോകസമാധാനത്തിനായി എന്നൊരു ക്യാപ്ഷനോട് കൂടിയായിരുന്നു. എല്ലാ ടാബ്ലോകളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു കേട്ടോ. കാർണിവൽ അവസാനിക്കുന്നതിന് വരെ നമ്മൾ വെയിറ്റ് ചെയ്തില്ല കേട്ടോ. നമ്മൾ അപ്പം തന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. കാരണം അടുത്ത ദിവസം അമ്മുക്കുട്ടിക്ക് സ്കൂളിൽ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പലതരത്തിലുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ അപ്പോൾ തന്നെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടപ്പോൾ അമ്മുക്കുട്ടിക്ക് ഒരു പൊട്ടറ്റോ ഫ്രൈ ഇതുപോലെ സ്റ്റിക്കിലുള്ളത് വേണമെന്നുണ്ടായിരുന്നു.
അങ്ങനെ അതെല്ലാം കഴിച്ച് ആശമ്മയോടും അവന്തിമോളോടും ടാറ്റ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. ലവ് യു ഓൾ.